അപകടങ്ങളില്ലാത്ത ദിവസങ്ങൾ വളരെ കുറവാണ്, കഷ്ടമാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം ടെക്നോ പാർക്കിനടുത്താണ് വാഹനാപകടം ഇന്നുണ്ടായത്. നിയന്ത്രണം വിട്ട കാറ് മറ്റൊരു കാറിലിടിച്ച് മറിഞ്ഞു. കാർ ഓടിച്ചിരുന്ന ആൾ രക്ഷപ്പെട്ടു. മദ്യലഹരിയിൽ കാറിലുണ്ടായിരുന്ന ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ വച്ചിരുന്നു. ഷഫീദ്, എന്തായാലും ആർക്കും ഒന്നും സംഭവിച്ചില്ല, വലിയ വേദനാജനകമായി ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് അങ്ങേറ്റം ആശ്വാസം. ഷഫീദ്, ഗുഡ് മോർണിംഗ്. കശ്മീർ, അത് ഒരു ആശ്വാസമായി നിലനിൽക്കുമ്പോൾ പോലും ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മദ്യപിച്ചുണ്ടാകുന്ന വാഹനം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. നിരവധി പേരുടെ ജീവനെടുക്കുന്ന ഒരു സംഭവം തൃശ്ശൂരിൽ ഉണ്ടായത്. അതിന് പിന്നാലെ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്ന ചില സംശയങ്ങൾ പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് കഴക്കൂട്ടം ടെക്നോ പാർക്കിന് സമീപത്ത് നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിലിടിച്ച് മറിഞ്ഞത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട റോഡിന് മുൻപിൽ ആ കാറ് തലകീഴായി മറിഞ്ഞ രീതിയിലാണ്. അപകടം ഉണ്ടാക്കിയതിനു ശേഷം തലകീഴായി മറിയുകയായിരുന്നു. ഈ കാർ ഓടിച്ചിരുന്നയാൾ ഈ അപകടശേഷം ഓടി രക്ഷപ്പെട്ടു. അതായത് അമിത വേഗതയിലായിരുന്നു കാർ എന്നുള്ള കാര്യം ദൃക്സാക്ഷികൾ അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ചില CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കാർ ഓടിച്ച ഡ്രൈവർ ഈ അപകടം ഉണ്ടായതിന് പിന്നാലെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. മദ്യലഹരിയിൽ ഒപ്പമുണ്ടായിരുന്നയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ കഠിനംകുളം സ്വദേശികളാണ് ഈ കാറിലുണ്ടായിരുന്നത്. കഠിനംകുളം സ്വദേശി വിനോദിന്റെ കാറാണ്. ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ വണ്ടി ഓടിച്ചത് ആര്, വാഹനം ഓടിച്ചത് ആര്, അയാൾ മദ്യപിച്ചിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ പോലീസിന്റെ അന്വേഷണവും പരിശോധനയും തുടരുകയാണ്. ഒരിടക്കാലത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഈ മദ്യപിച്ച വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്താൻ വലിയ രീതിയിൽ പോലീസ് പരിശോധന കർശനമാക്കി. എന്നാൽ പിന്നീട് വീണ്ടും അത് അയഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷമാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഹഷ്മി, ഓക്കെ, ഷഫീദ് റാവുത്തറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.